നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ബോൺസ് ഓഫ് സ്കൾ ആൻഡ് തൊറാസിക് ഏജിൽ തന്നെ കാണപ്പെടുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സ്യൂച്ചേഴ്സ് ഓഫ് ദ ക്രേനിയം എന്ന് പറയുന്നത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ എന്താണ് സ്യൂച്ചേഴ്സ് എന്ന് നോക്കാം. The bones of the skull are united together by immovable joints called sutures, with the exception of one of the bones of the face, the mandible or lower jaw, which articulates with the temporal at the mandible joint. അപ്പോ നമ്മുടെ സ്കള്ളിലുള്ള ബോൺസിനെ തമ്മിൽ യുണൈറ്റ് ചെയ്തിരിക്കുന്ന ചില മൂവ് ചെയ്യാൻ പറ്റാത്ത ജോയിന്റ്സ് വഴിയിട്ടാണ്. ഇവയാണ് നമ്മൾ സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമലി ഒരു അഡൾട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കള്ളിലുള്ള ബോൺസിനെ തമ്മിൽ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്ത് നിർത്തുന്നത് ചില മൂവ് ചെയ്യാൻ പറ്റാത്ത ജോയിന്റ്സ് വഴിയിട്ടാണ്. ഈ ഇമ്മൂവബിൾ ജോയിന്റ്സിനെയാണ് നമ്മൾ സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു എക്സെപ്ഷൻ വരുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേഷ്യൽ ബോൺ ആയിട്ടുള്ള മാൻഡിബിൾ അല്ലെങ്കിൽ ലോവർ ജോ, ഇതിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഇമ്മൂവബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു മൂവബിൾ ആയിട്ടുള്ള ബോൺ ആണ്. ഇത് നമ്മുടെ ടെമ്പറൽ ബോണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മാൻഡിബിൾ ജോയിന്റ് വഴിയിട്ട് നമ്മുടെ ടെമ്പറൽ ബോണുമായിട്ട് ഈ മാൻഡിബിൾ അല്ലെങ്കിൽ ലോവർ ജോ എന്ന് പറയുന്ന ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് മൂവബിൾ ആണ്. അതൊഴിച്ച് ബാക്കി നമ്മുടെ സ്കള്ളിലുള്ള ബോൺസ് എല്ലാം ഇമ്മൂവബിൾ ആണ്. അതിനെല്ലാം യുണൈറ്റ് ചെയ്തിരിക്കുന്നത് സ്യൂച്ചേഴ്സ് വഴിയിട്ടാണ്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് സ്യൂച്ചേഴ്സ് ആർ ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവബിൾ ജോയിന്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ജോയിന്റ്സ് ആണ്. മൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഫൈബ്രസ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂച്ചേഴ്സ് ഒരു ഫൈബ്രസ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ട് ദ ബ്രെയിനും. ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനും അതുപോലെ തന്നെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്യൂച്ചർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കൊറോണൽ സ്യൂച്ചർ, രണ്ട് സജൈറ്റൽ സ്യൂച്ചർ, മൂന്ന് ലാംഡോയിഡ് സ്യൂച്ചർ. അപ്പം ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കൊറോണൽ സ്യൂച്ചർ ആണ്. ഈ കൊറോണൽ സ്യൂച്ചർ കാണപ്പെടുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ബോണിന്റെയും അതുപോലെ തന്നെ രണ്ട് പെറൈറ്റൽ ബോണിന്റെയും ഇടയിലായിട്ടാണ്. ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഫോർഹെഡ് റീജിയനിൽ വരുന്നതാണ് ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്കള്ളിന്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നതാണ് പെറൈറ്റൽ ബോൺസ്. അപ്പൊ ഈ ഫ്രോണ്ടൽ ബോണിന്റെയും രണ്ട് പെറൈറ്റൽ ബോൺസിന്റെയും കൂടെ ഇടയിലായിട്ടാണ് നമ്മുടെ കൊറോണൽ സ്യൂച്ചർ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് സജൈറ്റൽ സ്യൂച്ചർ ആണ് രണ്ടാമത് വരുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ടു പെറൈറ്റൽ ബോൺസ് റണ്ണിങ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ്സ് എലോങ് ദ ടോപ്പ് ഓഫ് ദ സ്കൾ. അതായത് നമ്മുടെ രണ്ട് പെറൈറ്റൽ ബോൺസ്, നമ്മുടെ സ്കളിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ രണ്ട് പെറൈറ്റൽ ബോൺസ് കാണുന്നത്. ഇതിന് രണ്ടിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന സ്യൂച്ചറാണ് സജൈറ്റൽ സ്യൂച്ചർ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ടോപ്പിലൂടെ, സ്കളിന്റെ ടോപ്പിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. ആ രണ്ട് ബോൺസിന് ഇടയിലായിട്ട് കാണപ്പെടുന്നു. തേർഡ് വൺ ലാംഡോയിഡ് സ്യൂച്ചർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഒസിപ്പിറ്റൽ ബോൺ കാണപ്പെടുന്നത്. ഈ ഒരു ഒസിപ്പിറ്റൽ ബോണിനും നമ്മുടെ രണ്ട് പെറൈറ്റൽ ബോണിനും കൂടെ ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് ലാംഡോയിഡ് സ്യൂച്ചർ. ഇതാണ് മൂന്ന് സ്യൂച്ചേഴ്സിന്റെയും ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു പിക്ചറോട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊറോണൽ സ്യൂച്ചർ നമുക്ക് ഫ്രണ്ടിൽ കാണാം. നമ്മുടെ ആ ഒരു ഫ്രോണ്ടൽ ബോണിന്റെയും അതുപോലെ തന്നെ രണ്ട് പെറൈറ്റൽ ബോണിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ കൊറോണൽ സ്യൂച്ചർ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ പെറൈറ്റൽ ബോൺ ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ സജൈറ്റൽ സ്യൂച്ചർ പോകുന്നത്. ലാസ്റ്റ് നമ്മുടെ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഒസിപ്പിറ്റൽ ബോൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പെറൈറ്റൽ ബോൺ ഉണ്ട്. ഇതിന്റെ രണ്ടിനെയും കൂടെ ഇടയിലായിട്ടാണ് ലാംഡോയിഡ് സ്യൂച്ചർ കാണപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് സ്യൂച്ചേഴ്സിനെ കുറിച്ച് നോക്കാനുള്ളത്.